തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അരുംകൊലയിൽ ദുരൂഹത തുടരുകയാണ്. പ്രതിയായ അഫാൻ സഹോദരനെയടക്കം 5 പേരെ ചുറ്റുകൊണ്ട് കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ പെരുമ്പലിൽ നിന്നും നിർബൻ കൂടി ചേരുകയാണ്. നിർബൻ, കുറച്ച് വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം പ്രതി അഫാന്റെ പിതാവ് അധിക നാളായി ഇത്തരത്തിൽ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണോ? അയാൾ ഇപ്പോൾ എവിടെയാണ്? അത്തരത്തിലുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് പ്രാഥമികമായും പ്രദേശവാസികളുടെ അടുത്ത് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും അധികകാലമായി അദ്ദേഹം ഗൾഫിൽ ഉള്ള ആൾ തന്നെയാണ്. നിരവധി വർഷക്കാലമായി അദ്ദേഹം ബിസിനസ് നടത്തിയിരുന്നു. അദ്ദേഹം ഫർണിച്ചറിൻ്റെ ബിസിനസ് നടത്തിയിരുന്ന ആളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് ഈ വിവരം അറിഞ്ഞുടൻ തന്നെ വലിയ ഷോക്കിലായി. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ആദ്യം വിവരം അറിയുന്നു. തുടർന്ന് ബന്ധുക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് നാട്ടിലേക്ക് വരുന്നു പോലുമില്ല, എനിക്ക് ഇത്രയും ചേതനയേറ്റ സ്വന്തം മക്കളുടെ മകൻ്റെയും ഒപ്പം തന്നെ ഭാര്യയുടെയും ഉമ്മയുടെയും ഒന്നും മൃതദേഹം കാണാൻ ഉള്ള മനക്കരുത്തില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഫാൻ്റെ ഈ കൊല നടന്ന വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അതിലേക്ക് വരുന്ന റോഡ്, അതായത് വെഞ്ഞാറമൂട് നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന വഴിയിലാണ് അഫാൻ്റെ വീട്. ഈ കൊല നടന്ന കൊലപാതകിയുടെയും ഒപ്പം തന്നെ കൊലപ്പെടുത്തിയ സ്വന്തം അനുജൻ്റെയും ഉമ്മയുടെയും ഒക്കെ തന്നെ താമസിക്കുന്ന വീട്. ഈ വീട് ഇവിടെ നിന്ന് വഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നമ്മൾ നേരത്തെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഭാഗത്താണ്. നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണം എന്ന് പറയുന്നത്, ഈ കൊല നടത്തിയതിൽ നിർണായകമായി അഫാൻ സഞ്ചരിച്ചൊരു വാഹനമുണ്ട്. എക്സ്പൾസ് എന്ന ഈ വാഹനത്തിലാണ് ഈ അഫാൻ കൊലപാതകി ഈ പറഞ്ഞ 15 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് എല്ലാ കൊലയും നടത്തിയത്. കൊലപാതകത്തിന് ശേഷം ഇവിടെ തിരിച്ചെത്തി ഈ വാഹനം വീടിൻ്റെ മുന്നിൽ, അതായത് ഈ റോഡിൻ്റെ ഭാഗത്ത്, വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് നിർത്തിയ ശേഷം നേരെ ഇവിടെ നിന്നാണ് ഒരു ഓട്ടോ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ പോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനത്തിൻ്റെ ചാവിയും കറക്കിയാണ് അഫാൻ നേരെ സ്റ്റേഷനിലേക്ക് കടന്നു പോകുന്നത്. അവിടെ പോയ ശേഷം ഞാനിങ്ങനെ 6 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ കൂളായി പോലീസിനോട്, അവിടെ ആദ്യം കണ്ട പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. അപ്പോൾ പോലീസ് വളരെ അത്ഭുതത്തോടു കൂടി, ആദ്യം ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച ഒരാളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളായിരിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയിരുന്നത്. രണ്ടാമത് ആണ് പോലീസ് വിവരങ്ങൾ തിരക്കുമ്പോഴാണ് അയാൾ ആണ് ഈ കൊലപാതകമെല്ലാം നടത്തിയത് എന്നും, ഓരോ സ്ഥലത്ത് ഈ അഫാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഈ ബോഡി കാണുന്നു. ഈ വാഹനമാണ് ഞാൻ നേരത്തെ ആതിര സൂചിപ്പിച്ചു, KL 21Z9116 ഹീറോയുടെ വണ്ടിയാണ്. എക്സ്പൾസ് എന്ന ഈ വാഹനമാണ്. ഈ വാഹനത്തിലാണ് എല്ലാ സ്ഥലത്തും പോയി ഈ അഫാൻ കൊലപാതകം നടത്തിയത്. ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നത് ഈ വാഹനത്തിലാണ്. ഈ വാഹനത്തിൽ തന്നെ അഫാൻ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാട്ടുന്നുണ്ട്. അതിനുശേഷം ഈ കൊലപാതകമെല്ലാം ഉറപ്പിച്ച് നടത്തിയ ശേഷം തിരിച്ചെത്തി ഈ വാഹനം ഇവിടെ വച്ച ശേഷമാണ് നേരെ സ്റ്റേഷനിലേക്ക് പോയി പ്രതി കുറ്റസമ്മതം നടത്തുന്നത്. ഇവിടെ നിന്ന് ഓട്ടോയിലേക്ക് പോവുകയായിരുന്നു. ഇതാണ് അഫാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്ന് നേരെ കാണാം. ഇവിടെ നിന്ന് മേളിലോട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. വാഹനം വീടിൻ്റെ മുന്നിൽ വച്ചില്ല. ഈ കൊലപാതകം നടന്ന സ്വന്തം വീടിന് മുന്നിൽ വച്ചില്ല. നേരെ റോഡിൻ്റെ സൈഡിലേക്ക് വച്ച ശേഷമാണ് ഇവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയി, ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് പോയി കുറ്റസമ്മതം നടത്തുന്നത്. ഈ കൊലപാതകത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ഈ കൊലപാതകത്തിൻ്റെ രീതി വളരെ ക്രൂരമായ ഒരു കൊലപാതകം. അത്തരത്തിൽ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട്, ഇരുമ്പ് ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം സഹോദരനെ, അനുജനായ 13 വയസ്സുകാരനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുമോ? സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ, കാമുകിയെ വളരെ മൃഗീയമായിട്ടാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഉപ്പയുടെ ഉമ്മ, ഉപ്പയുടെ സഹോദരൻ, ഉപ്പയുടെ ഭാര്യ, വല്യമ്മ, അത്തരത്തിൽ എല്ലാവരെയും ഇത്രയും ക്രൂരമായ ആക്രമണമാണ് നടത്തിയത്. ഉമ്മയെ കഴുത്തിൽ വസ്ത്രം കൊണ്ട് കുരുക്കിയ ശേഷം ഇതേ വീടിൻ്റെ അവരുടെ മുറിയിലെ ചുമരിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിലാണ് അവർക്ക് ഗുരുതരമായ പരിക്ക് ഏൽക്കുകയും രക്തം വലിയ അളവിൽ രക്തം ഒഴുകിപ്പോവുകയും ബ്ലീഡിങ് നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുന്നത്.
അതിനുശേഷമാണ് ബാക്കിയുള്ളവരെ ചുറ്റിക കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും ഈ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് നേരത്തെ തന്നെ ആതിര നാം സൂചിപ്പിച്ചതുപോലെ മനസാക്ഷിയെ ഞെട്ടുന്ന തരത്തിൽ ഒരു ഞെട്ടലോടുകൂടി തിരുവനന്തപുരത്തെ അല്ല എവിടെയും ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ഒരു 23-കാരൻ ഇത്രയ്ക്ക് മൃഗീയമായി കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ് എന്ന തരത്തിലുള്ള അന്വേഷണവും ആശങ്കയും എല്ലാവർക്കുമുണ്ട്. ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ച കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആണ് ഇനി അറിയേണ്ടത്. പ്രതി പറയുന്ന ആദ്യഘട്ടത്തിൽ പറയുന്ന മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുന്നില്ല. സാമ്പത്തിക കാര്യങ്ങളാണ് പ്രതി പറയുന്നത്. സാമ്പത്തിക കാര്യമാണ് എങ്കിൽ മറ്റുള്ളവരെ അച്ഛൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും. ഒപ്പം തന്നെ സഹോദരനെ വിളിച്ചു വരുത്തി ഭക്ഷണം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിച്ച് വിളിച്ചു വരുത്തി വളരെ മൃഗീയമായി സ്വന്തം സഹോദരനെയും കൊലപ്പെടുത്തുന്നു. അത്തരത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആതിര.